അടുത്തത് വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം എന്തെല്ലാം ലക്ഷണങ്ങളാണ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ കാണുക എന്ന് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട ഒന്നാണ് കാൽസ്യം ഡെഫിഷ്യൻസി. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള കാൽസ്യം അബ്സോർബ് ചെയ്യുന്നത് ഈ വൈറ്റമിൻ ഡി ആണ്. അപ്പോൾ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും കാൽസ്യത്തിൻ്റെ അളവും കുറയുന്നു. കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്ന സമയത്ത് നമുക്ക് ജോയിൻറ്റ് പെയിൻ അനുഭവപ്പെടാം, മസിൽ പെയിൻ അനുഭവപ്പെടാം. കാൽസ്യത്തിൻ്റെ ആഗിരണം കുറയുന്നത് മൂലം ഓസ്റ്റിയോപോറോസിസ്, ഓസ്റ്റിയോമലേഷ്യ, റിക്കറ്റ്സ് പോലെയുള്ള നമ്മുടെ എല്ലുകൾ സോഫ്റ്റ് ആവുന്ന ഒരവസ്ഥയാണ്. മൃദുവാവുകയും അത് വളഞ്ഞു പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയാണ് റിക്കറ്റ്സ്, ഓസ്റ്റിയോമലേഷ്യ എന്നീ കണ്ടീഷനുകൾ. അങ്ങനെയുള്ള കണ്ടീഷനുകളും ഈ വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം കാണാറുണ്ട്. അടുത്തതാണ് മുടികൊഴിച്ചിൽ. നല്ല രീതിയിലുള്ളൊരു മുടികൊഴിച്ചിൽ ഉണ്ടാവാറുണ്ട്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് തല മാത്രം വിയർക്കുന്ന അവസ്ഥ. കുട്ടികളിലായാലും മുതിർന്നവരിലായാലും തല മാത്രമായിട്ട്, പൊതുവേ നമ്മൾക്ക് എങ്ങനെയാണ് വിയർപ്പുണ്ടാകുന്നത്, നമ്മുടെ ശരീരം മൊത്തം വിയർക്കും. പക്ഷേ വൈറ്റമിൻ ഡിയുടെ അഭാവമാണെങ്കിൽ അത് തല മാത്രമായിട്ട് വിയർക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു ക്ഷീണം അനുഭവപ്പെടുക, ഒരു ഉന്മേഷക്കുറവ്, ഒന്നും തന്നെ ചെയ്യാൻ തോന്നില്ല, ഒരു ജോലിയും ചെയ്യാൻ തോന്നാത്ത ഒരു ഉന്മേഷക്കുറവ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ കുട്ടികളിൽ രോഗപ്രതിരോധ ശേഷി കുറയുകയും പെട്ടെന്ന് തന്നെ രോഗം പിടിപെടുന്ന അവസ്ഥയും ഉണ്ടാവാറുണ്ട്. വൈറ്റമിൻ ഡിയുടെ അഭാവം കാരണം ബ്രെയിനിൻ്റെ പ്രവർത്തനം നടക്കാതെ വരുമ്പോൾ നമുക്ക് ഡിപ്രഷൻ പോലെയുള്ള കണ്ടീഷൻ ഉണ്ടാവാറുണ്ട്. പിന്നെ അടുത്ത ഒന്നാണ് ഉറക്കക്കുറവ്. നല്ല ക്വാളിറ്റിയിലുള്ള ഒരു സൗണ്ട് സ്ലീപ്പ് നമുക്ക് ലഭിക്കില്ല